മൂത്രണ്ണൻ എന്ന് പറഞ്ഞാണ് ഇപ്പോൾ എന്നെ അറിയപ്പെടുന്നത്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം പ്രേക്ഷകർ ജനങ്ങൾ തന്ന പേരാണ്. അത് ഞാൻ സ്വീകരിച്ചു കഴിഞ്ഞു. കാരണം മൂത്രം എന്ന് പറയുമ്പോൾ നമുക്ക് അത്ര മോശമായിട്ടുള്ള ഒരു വാക്കല്ല. കാരണം നമ്മളൊക്കെ സ്ഥിരം യൂസ് ചെയ്യുന്ന സാധനമല്ല. അതുകൊണ്ട് മൂത്രം എന്ന് പറയുന്നത് ഇപ്പോൾ എന്നെ അങ്ങനെ വിളിക്കുന്നുണ്ട് എനിക്ക് ഒരു കുഴപ്പമില്ല. ഗോട്ട് സിനിമയ്ക്ക് ഞാൻ റിവ്യൂ പറഞ്ഞു, മൂത്രം പോയി. അതിനുശേഷം എന്നെ ഒരു പ്രേക്ഷകൻ വിളിച്ചിരിക്കുകയാണ്. അദ്ദേഹം ഗോട്ട് സിനിമ കാണാൻ വന്നപ്പോൾ ഞാൻ കയറിയിരുന്ന സീറ്റിൽ കയറിയിരുന്നു. അദ്ദേഹത്തിന് ആ സീറ്റിലിരുന്നപ്പോൾ അദ്ദേഹത്തിന് പറയാണ് എനിക്ക് മൂത്രം ഞാൻ വന്നിട്ട് എനിക്ക് കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് എന്നെ ഒരാൾ വിളിച്ചേക്കാണ്. അതിൻ്റെ വോയിസ് റെക്കോർഡ് കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിന് ശേഷം പുള്ളി പറയുകയാണ് ഞാൻ സ്നെഗ് ഇട്ടുകൊണ്ട് വന്നായി എന്നാണ് പറഞ്ഞത്. ഞാനിപ്പോൾ സ്നെഗ് ഇട്ടുകൊണ്ടാണ് വന്നിരിക്കുന്നത് സിനിമ കാണാൻ വേണ്ടി. കാരണം ഇനി അങ്ങനെ അബദ്ധം, കാരണം സിനിമയാണല്ലോ, നമുക്ക് ഓട്ടോമാറ്റിക്കലി മൂത്രം പോകാൻ ചിലപ്പോൾ നമുക്ക് പല എമോഷൻസ് ആണല്ലോ. അപ്പോൾ ചിലപ്പോൾ മൂത്രം പോകും. അപ്പോൾ അത് ഇനി വരാതിരിക്കാൻ വേണ്ടി സ്നെഗ് ഇട്ടുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ. ഗോട്ടിനെ കുറിച്ച് അതാണ് എനിക്ക് പറയാനുള്ളത്. അല്ല, ട്രോള് വരണമല്ലോ, ട്രോള് വരട്ടെ. ഞാൻ പറയുന്നത് ട്രോള് വരട്ടെ. അത് നമുക്ക് ആരെക്കുറിച്ചാണെങ്കിലും ട്രോള് വരട്ടെ. ഇതിപ്പോൾ അണ്ണന്മാർ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാവരും പ്ലാന്റഡ് ആയിട്ടാണ് വരുന്നത്. അല്ലാതെ ഇന്ന എണ്ണം വന്നു ആ എണ്ണം അതൊന്നും ഇല്ല ഇതിനകത്ത്. അപ്പോൾ നമുക്കൊരു സിനിമ കണ്ടിട്ട് നമുക്ക് ഇറങ്ങി വന്നിട്ട് നമ്മൾ പറയുന്ന ലൈവ് റിവ്യൂ ആണ്. അതിൽ നമുക്ക് എന്താണോ നമുക്കുള്ള മനസ്സിലുള്ള ഇമോഷൻസ് അത് നമ്മൾ പുറത്ത് കാണിക്കുകയാണ്. നമ്മളൊരു റൂമിൽ കയറുന്ന പ്ലാന്റഡ് ആയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ അല്ല. കാരണം നമ്മൾ ഒരു വീഡിയോ ചെയ്യുമ്പോൾ നമ്മളൊരു കണ്ടൻറ് എടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് ചെയ്യാം. പക്ഷേ നമ്മൾ ലൈവായിട്ട് നമ്മളൊരു തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വന്ന് റിവ്യൂ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ഇമോഷനാണോ നമുക്ക് എന്താണോ നമുക്ക് ചെയ്യാൻ പറ്റണേ അത് ചെയ്യാന്നുള്ളതാണ്. നമുക്ക് ആ സിനിമയെക്കുറിച്ച് നെഗറ്റീവ് അല്ല നമ്മൾ പറയണത്. കാരണം ആ ഒരു സിനിമ ചെയ്യുന്ന ഒരു പ്രൊഡ്യൂസറുണ്ട്. ഞാൻ എപ്പോഴും പ്രൊഡ്യൂസറുടെ ഭാഗത്തേക്കുന്ന ആളാണ്. ഒരു ആക്ടറെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ആക്ടിങ് കഴിഞ്ഞാൽ കൃത്യം ക്യാഷ് മേടിക്കുന്നു, അദ്ദേഹം പോകണം. അത് വിജയിച്ചാലും വിജയിച്ചില്ലെങ്കിലും അദ്ദേഹത്തിന് അടുത്ത സിനിമ കിട്ടും. പക്ഷേ ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ച് അതല്ല. പ്രൊഡ്യൂസർ എപ്പോഴും സേഫ് സോണിലായിട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ ഏത് സിനിമയ്ക്ക് എനിക്കിഷ്ടപ്പെട്ട സിനിമയ്ക്ക് ഞാൻ റിവ്യൂ പറയും. ഞാൻ കരിങ്കല്ല് പിടിച്ച് ഞാൻ കൂലിപ്പണി എടുത്തിട്ട് കിട്ടുന്ന കാശ് കൊണ്ടാണ് ഞാൻ സിനിമ കാണുന്നത്. അതിൽ എനിക്ക് തോന്നുന്ന റിവ്യൂ ഞാൻ പറയും. ആ സിനിമയെക്കുറിച്ച് എനിക്കിഷ്ടപ്പെട്ടാൽ ഞാൻ പറയും. എനിക്കിഷ്ടപ്പെട്ടില്ലെങ്കിലും ഞാൻ കഴിയുന്നത് ഞാൻ അങ്ങനെ മോശമായിട്ട് പറയില്ല. പക്ഷേ എങ്കിൽ പോലും നമ്മൾ എല്ലാവരും പണിയെടുത്ത് കിട്ടുന്ന പൈസയാണ്. ഒരു തിയേറ്ററിൽ വന്ന് സിനിമ കാണുമെന്ന് പറഞ്ഞാൽ നമുക്കൊരു കുറച്ച് നേരം എൻ്റർടൈൻമെൻറ്റ് വേണം. അതിനു വേണ്ടിയാണ് തിയേറ്ററിലേക്ക് വരുന്നത്. ആ സിനിമയെക്കുറിച്ച് നമ്മൾ വളരെ മോശമായിട്ട് ഒരു കമൻസ് ഇടുമ്പോൾ ആ സിനിമ പൊളിയുമ്പോൾ ആ ഒരു പ്രൊഡ്യൂസറിൻ്റെ ഉണ്ടാകുന്ന നഷ്ടം, വിഷമം, അദ്ദേഹത്തിന് മാനസികമായിട്ടും ഒക്കെ പല ബുദ്ധിമുട്ടുകളുണ്ടാകും. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ആ യൂട്യൂബ് ചാനലിലേക്ക് വന്നിരുന്നിട്ട് പടച്ചങ്ങോട്ട് വിടുകയാണ്. പടച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ കോസ്റ്റ്യൂം വഴി എനിക്ക് അതാണ് പറയാനുള്ളത്. കോസ്റ്റ്യൂം ഇട്ടുകൊണ്ട് വന്നിരുന്ന് റിവ്യൂ ചെയ്യുന്ന റിവ്യൂർമാരെ എനിക്കറിയാം. ഞാൻ അവരുടെ വീഡിയോ കാണുന്നുണ്ട്. പക്ഷേ അത് ഒരിക്കലും ശരിയല്ല. കാരണം അത് അവർ ചെയ്യുന്ന അവർക്ക് കണ്ടൻറ്റ് ചെയ്യുമ്പോൾ അവർക്ക് പൈസ കിട്ടുന്നുണ്ട്. പക്ഷേ ആ കണ്ടൻറ്റ് ചെയ്ത് അവർക്ക് കിട്ടുന്ന പൈസ കൊണ്ട് അവർ സേഫ് സോണിലേക്ക് പോകും. പക്ഷേ ഇത് സിനിമ പ്രൊഡ്യൂസ് ചെയ്ത ഒരാളുണ്ട്. ആ മനുഷ്യൻ്റെ മാനസികാവസ്ഥ ഞാൻ ഓരോ വീഡിയോകൾ കണ്ടിട്ട് എനിക്ക് കണ്ണ് നിറഞ്ഞു. കാരണം ഇത് ഞാൻ 50ഓളം സിനിമയിൽ സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്ത ഒരാളാണ്. കാരണം ഒരു സിനിമയിൽ എന്താണ് നടക്കുന്നതെന്ന് എനിക്കറിയാം. ഞാൻ കണ്ടിട്ടുള്ള ആളാണ്. ഇപ്പോൾ ഇവരൊരിക്കലും സിനിമയുടെ ഭാഗമല്ല എന്നുള്ളതാണ്. നിങ്ങൾ അവിടെ ക്യാമറ വെച്ച് ചെയ്യും, ഇവിടെ ക്യാമറ വെച്ച് ചെയ്യും, എവിടെ ക്യാമറ വെച്ച് ചെയ്യാനാണ് ഇവർ പറയുന്നത്. ഇവർക്കൊരു അറ്റ്ലീസ്റ്റ് ഒരു ഷോർട്ട് ഫിലിം നിർമ്മിക്കാനോ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം ഡയറക്റ്റ് ചെയ്യാൻ അവരെ കൊണ്ട് പറ്റുമോ? ഒരു ഷോട്ട് വയ്ക്കാൻ പറ്റുമോ? ഇതൊന്നും പറ്റില്ല. ഇവരിങ്ങോട്ട് വന്നിരുന്ന ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് തട്ടി പടച്ചങ്ങോട്ട് വിടുകയാണ്. നിങ്ങൾ അവിടെ ഷോട്ട് വെച്ചാൽ നല്ലതാണ്, ഇവിടെ ഷോട്ട്. എന്ത് ഷോട്ടാണ് സുഹൃത്തെ? നിങ്ങളൊരു സിനിമ ചെയ്ത് കാണിക്കൂ, നിങ്ങൾ ജനങ്ങളെ കാണിക്കൂ. പ്രേക്ഷകനെ എപ്പോഴും അതിശയിപ്പിക്കണം. നമ്മൾ ഒരു നടനാണെങ്കിലും അത് ആരാണെങ്കിലും അതിശയം എന്ന് പറയുന്ന സാധനം കൊടുക്കണം. അത് ഈ മൂത്രം എന്ന് പറഞ്ഞാലും എന്ത് സാധനമാണെങ്കിലും അതിശയിപ്പിക്കാൻ കഴിവുള്ളവരുടെ വീഡിയോ ജനങ്ങൾ ഏറ്റെടുക്കും, അത് കാണുകയും ചെയ്യും. എന്ന് പറഞ്ഞ പോലെയാണ് റിവ്യൂ പറയുമ്പോൾ നമ്മൾ ഒരു സിനിമ അടച്ച് ആക്ഷേപിക്കുമ്പോൾ, നമ്മളൊരു വ്യക്തിയെ നമ്മൾ ആക്ഷേപിക്കുമ്പോൾ ഇവർക്കൊക്കെ കുടുംബവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളതും കൂടെ മനസ്സിലാക്കണം. നമുക്ക് ചാനൽ റേറ്റിംഗ് കിട്ടുന്നു, ഓക്കെ. പക്ഷേ ഒരു സിനിമ പൊളിയുമ്പോൾ അതുകൊണ്ട് ആയിരക്കണക്കിന് കുടുംബങ്ങൾ പട്ടിണിയാവാണ്. അദ്ദേഹത്തിന് പിന്നെ ഒരു സിനിമ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഒരു നടന് സിനിമ കിട്ടും, പക്ഷേ ഒരു പ്രൊഡ്യൂസർക്ക് ഒരു സിനിമ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് വേണം അടുത്ത ഒരു പ്രൊഡ്യൂസറിനൊരു പടം ചെയ്യാൻ. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഡയറക്ടറിന് അടുത്ത പടം കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇത് വിജയിക്കണം. അപ്പോൾ അദ്ദേഹത്തിന് ഒരു മാനസികാവസ്ഥയുണ്ട്. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി റിവ്യൂ നല്ലതാണ്, എല്ലാവരും ചെയ്യട്ടെ. എന്നെപ്പോലെ എന്നല്ല ആരെപ്പോലും വരട്ടെ, റിവ്യൂ ചെയ്യണം, റിവ്യൂ വേണം, ജനങ്ങളിത് ഏറ്റെടുക്കട്ടെ. എനിക്ക് വളരെ സന്തോഷമാണ്. എന്നെ മൂത്രണ്ണൻ എന്നല്ല എന്ത് പേര് തന്നാലും ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. എൻ്റെ ഇഷ്ടത്തിനാണ് ഞാൻ റിവ്യൂ ചെയ്യണത്. ഞാൻ ആരുടെ കയ്യിൽ നിന്ന് 10 പൈസ മേടിച്ചിട്ടല്ല, ഒരു ചാനലുകാരുടെ കയ്യിൽ നിന്ന് 1 രൂപ പോലും മേടിച്ചിട്ടല്ല ഞാൻ റിവ്യൂ ചെയ്യണം. ഞാൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുന്നത് എനിക്ക് എന്താണോ അപ്പം തോന്നുന്നത് ഞാൻ ചെയ്യും.
ഇതാണ് എൻ്റെ ഭാഗത്തുള്ളത്. അപ്പോൾ അത്തരം റിവ്യൂവർ ചെയ്യുന്നവരുടെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആ പ്രൊഡ്യൂസറുടെ ഭാഗവും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾ പറഞ്ഞോ, ഉള്ളില്ലെങ്കിലും പറഞ്ഞോ, കുഴപ്പമില്ല. പക്ഷേ അടച്ചാക്ഷേപിക്കരുത്. കോസ്റ്റ്യൂം ഇട്ടുകൊണ്ട് വന്നിരുന്ന് നിങ്ങൾക്കറിയാലോ, ആളെ മനസ്സിലായില്ലേ, കോസ്റ്റ്യൂം ഇട്ടുകൊണ്ട് വന്നിരുന്ന് ആ സിനിമയെ നമ്മൾ മോശക്കാരനായ ഒരു വ്യക്തിയാണ് നമ്മൾ നശിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഈ മലയാള സിനിമ ഇപ്പം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധിയുണ്ട്. ഭയങ്കര പ്രതിസന്ധിയിലാണ് പോകണം. തിയേറ്ററിലേക്ക് ആൾ വരുന്നില്ല. അപ്പം നമ്മൾ ബോധവൽക്കരിച്ച് ഈ ഒരു പ്രസ്ഥാനത്തെ പിടിച്ച് നിർത്തി നമ്മൾ കൊണ്ടുപോകേണ്ട ആൾക്കാരാണ് നമ്മളെല്ലാവരും. ഇവർ റിവ്യൂ ചെയ്യുന്നത് ഈ സിനിമാക്കാരെ കൊണ്ട് തന്നെയാണ് ഇവരും പൈസ ഉണ്ടാക്കുന്നത്. ശരിയല്ലേ? അപ്പോൾ അവർക്ക് ആ ഒരു സിനിമ എന്ന ഇൻഡസ്ട്രിയോട് ഒരു സ്നേഹം വേണം. ആ ഇൻഡസ്ട്രി നിന്നെങ്കിൽ ഇവർക്ക് റിവ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഇൻഡസ്ട്രി ഇവിടെ നശിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് റിവ്യൂ ചെയ്താൽ പൈസ കിട്ടില്ല. അപ്പോൾ എന്താ ഇവർ ചെയ്യേണ്ടത്? ആ സിനിമ, ആ ഫീൽഡ്, ആ നടൻ, ആ ഡയറക്ടർ, അവരെല്ലാം സേഫ് സോണിൽ നിർത്തണം. എന്ന് വെച്ചുകൊണ്ട് അവരുടെ അടുത്ത് തലയിൽ വെച്ചുകൊണ്ട് ഇവിടെ ചുമന്നൊന്നും കൊണ്ടു നടക്കണ്ട. പക്ഷേ നമ്മൾ പറയുമ്പോൾ കുറച്ചൊക്കെ സ്റ്റാൻഡേർഡ് വെച്ച് പറയണം. അവർ സിനിമ കാണട്ടെ, സിനിമ കാണട്ടെ. നമ്മൾ സിനിമ എന്ന് പറയുന്നത് ഇതൊരു മാഗ്നറ്റിക് പവറുള്ള സാധനമാണ്. നമുക്ക് ഒരിക്കലും ഈ സിനിമ എന്ന് പറയുന്നത് നിശ്ചലമാവില്ല, നിർത്താൻ പറ്റില്ല. ഇത് ജനങ്ങൾ വന്ന് കാണും. പക്ഷേ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ചെറിയ സംഭവ വികാസങ്ങളുടെ മേളിൽ ഉണ്ടായിട്ടുള്ള തിയേറ്ററിലേക്ക് ആൾ വരുന്നില്ല എന്നൊക്കെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതങ്ങ് മാറും. പക്ഷേ എല്ലാവരും ശരിയാണെന്ന് ഞാൻ പറയില്ല. പിന്നെ അടുത്തവരെത്തി സിനിമാക്കാരിലും ഉണ്ട് തെറ്റ്. ഇവർ അനാവശ്യമായിട്ടുള്ള റിവ്യൂകൾ ഇവരും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ അതൊക്കെ നിയന്ത്രണത്തിലേക്ക് വരണം. ഇപ്പോൾ മൂത്രണ്ണൻ എന്ന് പറഞ്ഞ പേര് ഞാൻ സന്തോഷപൂർവ്വം സ്വീകരിച്ചിരിക്കുകയാണ്. എന്നെ ഇനി ഇത് കാണുന്ന എല്ലാ പ്രേക്ഷകരും എന്നെ മൂത്രണ്ണ എന്ന് ഓപ്പണായിട്ട് വിളിച്ചാലും എനിക്ക് കുഴപ്പമില്ല, അല്ലാണ്ട് വിളിച്ചാലും തെറി വിളിച്ചാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ അങ്ങനെ ജീവിക്കുന്നു. ഞാൻ റിവ്യൂ പറയാൻ തിയേറ്ററിൽ വന്ന് റിവ്യൂ പറയുന്ന ആളാണ്. പ്രേക്ഷകന് ഇഷ്ടമുണ്ടെങ്കിൽ റിവ്യൂ കാണുക. പിന്നെ അവർക്ക് എന്നെ തെറി വിളിക്കാനാണെങ്കിൽ വിളിച്ചോ, എനിക്കൊരു പരാതിയില്ല. ഒരു കുഴപ്പമില്ല. ഞാൻ തിയേറ്ററിൽ ഇനിയും വരും, ഞാൻ റിവ്യൂ പറയും. ഞാൻ ഒരു സിനിമാക്കാരുടെയും പൈസ മേടിച്ചിട്ടല്ല ചെയ്യണം. ഞാൻ എൻ്റെ സ്വന്തമായിട്ട് ഞാൻ കഷ്ടപ്പെട്ട് ഈ കൈകൊണ്ട് പണിയെടുത്ത് കിട്ടുന്ന പൈസ കൊണ്ടൊന്ന് തിയേറ്ററിൽ സിനിമ കാണുന്നു. എനിക്കിറങ്ങി വന്നിട്ട് ഞാൻ ലൈവായിട്ട് പറയുന്ന വീഡിയോ ആണ്. ഇത് ജനങ്ങളിലേക്ക് അത് എത്തുകയും ചെയ്യും. അല്ല ഒരു റൂമിൽ അടച്ചിരുന്ന് പറയുന്നതല്ല കേട്ടോ. അപ്പോൾ എല്ലാവരും എന്നെ മൂത്രണ്ണൻ എന്ന് പറഞ്ഞ് എന്നെ സപ്പോർട്ട് ചെയ്ത, എന്നെ തെറി വിളിച്ച എല്ലാവർക്കും എൻ്റെ ഒരു ബിഗ് സല്യൂട്ട് അവർക്കും കൊടുക്കുകയാണ്. അപ്പം നിങ്ങൾ നാളെ എന്നെ പുകഴ്ത്തി കൊണ്ടുപോവാ. ഞാൻ മൂത്രണ്ണായിട്ട് എന്നെ പറഞ്ഞു, എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ ഇപ്പോൾ സ്നഗ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ ഞാൻ കാണിക്കില്ല, സഹോദരിയായിട്ട് ഞാൻ കാണിക്കില്ല, സ്നഗ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ.